أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഉലുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ടായി. എന്താണ് ഉലുഹിയ്യത്തെന്നും ഉലുഹിയ്യത്തിന്റെ മഹത്വം എന്താണെന്നുള്ളതും അത് നിർവഹിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, സാമ്പത്തികമായി ശേഷിയുള്ള ഒരാള് അതിൽ പങ്കെടുക്കാതിരുന്നാൽ അതിനെക്കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത് എന്താണ്? ഫലാ യഖ്റീന മുസല്ലാന, അവരെ നമ്മുടെ മുസല്ലയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല എന്ന് വരെ പ്രവാചകന്റെ സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം കൃത്യമായി ഉൾക്കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സാന്നിധ്യം നമ്മൾ അതിൽ അറിയിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉലുഹിയ്യത്ത് മൃഗത്തെ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നാണ് അറുക്കേണ്ടതെന്നുള്ളത്. നമുക്കറിയാം, യൗമുൻ നെഹറാണ് ഏറ്റവും അറവിന് ഏറ്റവും ഖൈറായ ദിവസം, ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം യൗമുൻ നെഹറിന്റെ അന്ന്, അഥവാ ഈദുൽ അദ്ഹയുടെ അതേ ദിവസം. ആ ദിവസം അറുക്കാൻ പ്രയാസമുണ്ടെങ്കിലാണ് കുല്ലു അയ്യാമിത്തെ ശരീക്കിൻ ദബഹ്, അയ്യാമുത്തെ ശരീക്കിന്റെ ദിവസങ്ങളിലൊക്കെ അറുക്കാം. അഥവാ ദുൽഹിജ്ജ 10 പെരുന്നാൾ, 11, 12, 13 അതിന്റെ അശറിന്റെ മുമ്പായിട്ട് അറുക്കുക എന്നുള്ളതാണ്. അതാണ് അതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, അതുമായി ബന്ധപ്പെട്ട ചില മര്യാദകള്, ഉലുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാണ് മുടിയും നഖവും നീക്കാതിരിക്കുക എന്നുള്ളത്. അഥവാ ദുൽഹിജ്ജ 1 മുതൽ, അത് നിയ്യത്താക്കിയ ആളുകൾ അല്ലെ മൃഗത്തെ വാങ്ങിയ ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ അറവ് കഴിയുന്നത് വരെ മുടിയും നഖവുമൊന്നും നീക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, അതിന്റെ വിതരണം എങ്ങനെയെന്നുള്ളതാണ്. ഇതൊന്നും പലപ്പോഴും പല ആളുകളും ഇത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കാറില്ല. അതിന്റെ വിതരണം, അല്ലെ, ബലിമൃഗത്തിന്റെ മാംസം പാവങ്ങൾക്ക് ദാനം ചെയ്യുകയും അതിൽ നിന്ന് ഉടമകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ആരെങ്കിലും ഉലുഹിയ്യത്ത് അറുത്താൽ 3 ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് യാതൊന്നും അവന്റെ വീട്ടിൽ അവശേഷിക്കരുത് എന്ന് ആദ്യം പറഞ്ഞു പ്രവാചകൻ ഒരിക്കലും. അടുത്ത വർഷമായപ്പോ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, നബിയെ, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ചെയ്തതുപോലെ തന്നെയാണോ ഞങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ടതെന്നാണ്. അതായത് ഒരു കൊല്ലം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അറുത്താൽ 3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടാക്കാൻ പാടില്ല, അതിന്റെ മാംസം. അപ്പൊ ആളുകൾ എന്താ, ഇന്നും ഇതേ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പാടില്ല എന്നിട്ട്, അത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നിട്ട് 3 ദിവസം കൊണ്ടാണ് തീർക്കും. ഇതാദ്യം പ്രവാചകൻ ഇങ്ങനെ കൽപ്പിച്ചു. അന്ന് ആ നാട്ടിൽ അത്രയും പട്ടിണിയായിരുന്നു. പ്രവാചകന്റെ കൽപ്പന അതുകൊണ്ടാണ്. പിറ്റേ വർഷം വന്നപ്പോ ആ പ്രയാസങ്ങളൊക്കെ മാറി എന്ന് കണ്ടപ്പോ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഭക്ഷിക്കുക, പാവങ്ങൾക്ക് ദാനം ചെയ്യുക, എടുത്തു വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ട ആളുകൾക്ക് സൂക്ഷിച്ചു വെക്കാമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് എന്ത് ചെയ്തു, ഇന്നത്തെ വർഷം പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന്റെ വിഭജനം അഥവാ ബലിമാംസ വിതരണത്തിന് ഉടമകൾ എടുക്കുന്നതിന് കൃത്യമായ പരിധിയൊന്നുമില്ല. അവനാണ് ആവശ്യമുള്ളത് എടുക്കാന്നാണ്. അതിലിത്ര കണക്കൊന്നും ചില ആളുകൾ ഒക്കെ നിബന്ധന വെച്ചിട്ടുണ്ട്, എത്ര എടുക്കാൻ പാടുള്ളൂ. ഉടമകൾക്ക് അതിൽ നിന്ന് എടുക്കുക, അവന്റെ ആവശ്യത്തിന് അമിതാകാൻ പാടില്ല. അവനവന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, അയാൾക്കത് എത്രയെടുക്കാം. ഇവിടെ പ്രത്യേകമായ ഒരു പരിധി പ്രവാചകൻ ഫഖുലു മാ ബദാലക്കും വതസദ്ദഖു വഅദ്ഖിറു, നിങ്ങൾ തിന്ന, ദാനം ചെയ്യുക,
സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയം അതിന്റെ പണിക്കൂലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അറബ് പണിക്കുള്ള കൂലി നമ്മൾ ഇട്ട ഷെയറിൽ നിന്നല്ല എടുക്കേണ്ടത്. ഇപ്പൊ 10,000 റുപ്യ 8,000 റുപ്യ നമ്മൾ ഷെയർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പണിക്കൂലി എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മുൻകൂട്ടി ചിലപ്പോ 7,500 റുപ്യ മൃഗത്തിനും 500 റുപ്യ പണിക്കൂലി എന്ന് പറഞ്ഞിട്ട് 8,000 വാങ്ങാം. ഇത് ആ മൃഗത്തിന് നിശ്ചയിച്ച വില 8,000 ആണെങ്കിൽ പിന്നെ അതിൽ നിന്ന് തന്നെ പണിക്കൂലി എന്നുള്ള ഒരിക്കലും ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, അത് അനുവദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വമു അലാ ബദന. പ്രവാചകൻ തന്റെ ഒട്ടകത്തിന്റെ കാര്യം നിർവഹിക്കാനും അതിന്റെ മാംസവും തോലും അതിന്മേലുള്ള വിരിപ്പുകളും ദാനം ചെയ്യാനും എന്നോട് കൽപ്പിച്ചു. അതിൽ നിന്ന് ഒരു വസ്തുവും അറബുകാർക്ക് കൂലിയായി നൽകാൻ പാടില്ല. ആണോ? ഒന്നാ പൈസന്ന് കൂലി കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തത്, ഇനി ആ മൃഗത്തിന്റെ തോല് അത് വിറ്റുകാണ്ട് അതും പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ പല ആളുകളും ചെയ്യുന്ന പണിയാണ്. അതേപോലെ തന്നെ ഒട്ടകമാണെങ്കിൽ ഒട്ടക കട്ടിലുണ്ടാവും, ഒട്ടകത്തിന് ഇരിക്കാൻ മേലുള്ള കട്ടില്, അതിന്റെ മേലുള്ള വിരിപ്പ്, ഇതൊക്കെ ആളുകൾ വിൽക്കാറുണ്ട്. ഇത് വിറ്റുകാണ്ട് അതിന്റെ പണം അല്ലെ അത് അറക്കുന്ന ആളുകൾക്ക് കൂലിയായിട്ട് കൊടുക്കുക. പ്രവാചകൻ പറഞ്ഞു ഇതൊക്കെ വിൽക്കാം, വിറ്റിട്ട് അതിന്റെ കൂലി നിങ്ങൾ അതിന് കിട്ടുന്ന പണം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ദാനം ചെയ്യാണ് വേണ്ടത്. അത് കൂലിയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം അറുക്കുന്ന മൃഗത്തോടുള്ള സമീപനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ കുതിബൽ ഇഹ്സാനു അലാ കുല്ലി ശൈഇൻ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദബ്ഹ വൽയജിദ് അഹദുകും സുഫ്റതഹു വൽയസ്രിഹ് ദബീഹതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നന്മയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് കൊല്ലണം. അഥവാ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് യുദ്ധത്തിൽ കൊലയും, ആ സമയത്ത് ഒരാളെ അംഗവിച്ഛേദനം നടത്താനൊന്നും ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. കൊല്ലുകയാണെങ്കിൽ ഉടനെ കൊല്ലുക. അതൊരു മൃഗത്തെ, ഒരു പാമ്പിനെ കൊല്ലുകയാണെങ്കിൽ വരെ, ഒരു ജീവിയെ നമ്മൾ കൊല്ലേണ്ട ഒരു സാഹചര്യം വന്ന കൊല്ലുകയാണെങ്കിൽ പോലും ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണത്, പെട്ടെന്ന് കൊല്ലുക എന്നുള്ളത്. അതിനിട്ട് അടങ്ങാറാക്കി ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, കുന്നുകാട് കത്തിച്ചളയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു ജീവജാലങ്ങളെയും കത്തിച്ചു കളയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കരിച്ചു കളയാന്നുള്ള ശിക്ഷ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരാളും ഒരു മൃഗത്തെയും ഒരു ജീവിനെയും കരിച്ചു കളയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് കൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് കൊല്ലുക. ഫൈദാ ദബഹ്തും, നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കുകയാണ് എങ്കിൽ, ഒരു കോയിൻ അറുക്കുകയാണെങ്കിൽ പോലും ഫഅഹ്സിനു ദബ്ഹ, വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് വേണം എന്ത് ചെയ്യാണ് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ. വൽയജിദ് അഹദുകും സുഫ്റതഹു, നിങ്ങൾ അറുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ മുമ്പ് നിങ്ങളുടെ ആയുധം നിങ്ങൾ മൂർച്ച കൂട്ടണം. വൽയസ്രിഹ് ദബീഹതഹു, അറുക്കുന്ന മൃഗത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ജീവിക്ക് നിങ്ങൾ ആശ്വാസം കൊടുക്കണം. അത്ര കണിശമായി ഇസ്ലാം പഠിപ്പിച്ചൊരു വിഷയമാണിത്. ആയുധം മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞാല് അല്ലെ, അറുക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അറുക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കല് അതെന്താണ്, അതിലുള്ള ആശ്വാസമാണ്. അതേപോലെ തന്നെ ചില ആളുകൾ മൃഗത്തെ അറുക്കുന്ന സമയത്ത് അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ആവശ്യത്തിലധികം കയറുകൊണ്ട് കെട്ടി ബന്ധിക്കണതാണ്. എന്നിട്ട് അറവ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നല്ലോ, അറവ് കഴിഞ്ഞാലും ആ മൃഗത്തിന്റെ കാടിന്ന് ആ കെട്ടയക്കൂല. പ്രവാചകൻ അറുത്തു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, അറുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ മൃഗത്തിന് ആശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണ്, അതിന്റെ കെട്ടിയ കയറെന്ത് ചെയ്യണം, അതിന് അയവ് കൊടുക്കണം. ആ മൃഗത്തിന് ഇളകാൻ അവസരം ഉണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ജീവന് പോയി എന്ന് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, പല ആളുകളും അതിന്റെ കെട്ടയിക്കുള്ളൂ. ഇതൊക്കെ ഇസ്ലാം കർശനമായി വെച്ച നിബന്ധനകളാണ്. നല്ല രീതിയിൽ ആ മൃഗത്തെ കൊണ്ടുപോകുക എന്നുള്ളത്. ഒരിക്കലേ ഒരു സ്വഹാബി ഒരു ആടിനെ അതിന്റെ
കാലിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. രണ്ട് സംഭവമുണ്ട്. ഒന്ന്, അതിന്റെ കാല് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. വേറൊരു സ്വഹാബി ഒരു ആടിന്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടുപോവുകയാണ്. അതൊക്കെ നമ്മളെ ചെയ്യണ പണിയാണ്. ആടൊക്കെ വരാഞ്ഞാല് ആടിന്റെ ചെവിക്കൊക്കെ പിടിച്ചു വലിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കണ്ട ഉടനെ പറയണത്, വൈലക്, നിനക്ക് നാശമുണ്ട്. നീ നിനക്കതിനെ നല്ല രീതിയിൽ മരണത്തിലേക്ക് നയിച്ചൂടെന്ന്. ഇങ്ങനെ ഇടങ്ങാറാക്കിയാണ് അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കണ്ട സമയത്ത് ചോദിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ആടിന്റെ സംഭവം പ്രവാചകനെ പറഞ്ഞത്. ആടിന്റെ ചെവിക്കിങ്ങനെ സ്വഹാബി പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോ പ്രവാചകൻ പറയാണെന്ത്, നീ അതിനെ 2 പ്രാവശ്യം കൊല്ലാൻ ഉദ്ദേശിക്കണോ, 2 വട്ടതിനെ കൊല്ലാൻ നീ ഉദ്ദേശിക്കാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ചോദിച്ചു. അതേപോലെ തന്നെ വിഷയമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാളെ ഒരു ആടിനെ അറുക്കാൻ വേണ്ടി എന്ത് ചെയ്തു പറയുന്നത്, ആടിനെ അറുക്കാൻ വേണ്ടി ഇങ്ങനെ ചെരിച്ചു കടത്തിയെന്ന്. ചെരിച്ചു കടത്തിയപ്പോ അതിനുശേഷം ഇയാൾ എന്ത് ചെയ്യാണ്, കത്തി മൂർച്ച കൂട്ടാണ്. ഇതൊക്കെ ആദ്യം ചെയ്യേണ്ട പണിയാണ്. അറുക്കാൻ വേണ്ടി മലത്തിട്ടതിന് ശേഷം പിന്നെ കത്തി മൂർച്ചം കൂട്ടാൻ പോവാ. അപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ പറയണത്, അൻ തുരീദു അൻ തമീതഹാ മൗതി, ഞാൻ മൃഗത്തെ 2 വട്ടം കൊല്ലണോ, 2 വട്ടം മൃഗത്തെ കൊല്ലണോ, ഹലാ അഹദസു മുഷ്ഫറതിക ഖബല അൻ തൽജഹ, നിനക്ക് ആ മൃഗത്തെ ചെരിച്ചു കടത്തുന്നതിന് മുമ്പ് ആ കത്തിയൊന്ന് മൂർച്ചം കൂട്ടിക്കൂടായിരുന്നു. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പോലും ഉണ്ടായ വിഷയമാണ്. അത്ര ഗൗരവമായി പ്രവാചകൻ എന്ത് ചെയ്തു, ഇത്തരം വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചോളൂ. അതേപോലെ ഒരു മൃഗത്തിനെ ഭംഗം വരുത്താൻ പാടില്ല. ഇപ്പൊ അറുക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യും, അറുക്കുന്നതിന്റെ മുമ്പ് ശരീരത്തിലെ എന്തെങ്കിലുമൊക്കെ അവയവങ്ങൾ പറിച്ചെടുക്കുക. ഇത് മൃഗത്തെ ഒന്നും പാരം ചെയ്യല്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ആടിനെ അറുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്ന, ആടിന്റെ രോമൊക്കെ പറിച്ചു കളയും. അതേപോലെ ആടിന്റെ വാല് മുറിച്ചു കളയുന്ന സമ്പ്രദായം ജാഹിലിയത്തിലുണ്ട്. ഒട്ടകാണെങ്കിൽ ഒട്ടകത്തിന്റെ പൂന മുറിക്കും. നമ്മുടെ നാട്ടില് ചില ആളുകൾ താറാവിനെ അറുക്കുന്നതിന് മുമ്പ് താറാവിന്റെ എന്ത് ചെയ്യും, ആ പാടുണ്ട്, കാലിന്റെ പാട മുറിക്കുന്ന ആൾക്കാരുണ്ട്. കോയിനെ അറുക്കുമ്പോ കോയിന്റെ പൂവ് എന്ത് ചെയ്യും, കട്ട് ചെയ്യും, അതിന്റെ ചിറക് കട്ട് ചെയ്യും. അറുക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ ഒരു അവയവത്തൊന്നും ഒരു തൂവല് പോലും പറിക്കാൻ പാടില്ല. അത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ ഓരോ ഹുക്കുമകളും. ഇതൊക്കെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അവസാനമായി സൂചിപ്പിക്കാനുള്ള പ്രിയപ്പെട്ടവരെ മര്യാദയാണ് മറയുണ്ടാക്കുക എന്നുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അമറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദ്ദി ശഫാറ, കത്തി മൂർച്ച കൂട്ടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഞങ്ങളോട് കൽപ്പിച്ചു. അതേപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് അതിനെ മറക്കാനും ഞങ്ങളോട് പ്രവാചകങ്ങളെ കൽപ്പിച്ചു. അതാ അറുക്കുമ്പോ വേറൊരു മൃഗം ചെയ്യാൻ പാടില്ല, വേറൊരു മൃഗം ഈ അറക്കണത് കാണാൻ പാടില്ല, അതിന്റെ രക്തം കാണാൻ പാടില്ല. അത്ര സൂക്ഷ്മതയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബലിയറുക്കുമ്പോ നമുക്കറിയാൻ ചൊല്ലേണ്ടത് ബിസ്മില്ലാ എന്നാണ്. ചില ആളുകൾ കത്തി വെക്കുമ്പോ തന്നെ അല്ലാഹു അക്ബർ എന്ന കത്തി വെക്കാം. അറക്കണ സമയത്ത് ആദ്യം ബിസ്മി ചൊല്ലുണ്ട്. ബിസ്മി ചൊല്ലി അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ്, പ്രവാചകൻ അടുത്ത സമയത്ത് അങ്ങനെയാണ് നിയ്യത്ത് വെച്ചത്. മനസ്സിൽ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ് എന്ന് പ്രവാചകൻ മനസ്സിൽ പറയാണ്ടായത്. ഇത് മുഹമ്മദിൽ നിന്ന് അള്ളാഹുവിനെ സ്വീകരിക്കണേ. ഇപ്പൊ ഞാൻ അറുക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ജസീൽ. നമ്മൾ ഓരോരുത്തരും അവനവന്റെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യാം, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ, അവനവന്റെ പേര് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലുക, അല്ലാഹു അക്ബർ. അങ്ങനെയാണ് അറക്കാൻ ഇസ്ലാം എന്ത് ചെയ്തത്, പഠിപ്പിച്ചത്. ഇത്തരം വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഇതിൽ പങ്കെടുക്കാനുള്ള നമ്മുടെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം മര്യാദകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇത്തരം സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിക്കണം. അത് ശ്രദ്ധിക്കാത്ത ആളുകളെ ഈ കാര്യം പറഞ്ഞ് അവരതിന്റെ ഗൗരവം നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു അതിനുള്ള നല്ലൊരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ